സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമല്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ. സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കും, അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഈ മാസത്തെ പെൻഷൻ ഉത്തരവ് നാളെ ഇറങ്ങുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നതിൽ കാലതാമസം ഉണ്ടാകില്ല. ജനങ്ങളോട് നൽകിയ വാഗ്ദാനം എത്രയും പെട്ടെന്ന് പാലിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സാർ, സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നത് 2 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. ഇത് തുടരുമോ? സാർ, സ്ത്രീ സുരക്ഷാ പെൻഷൻ നമ്മൾ ഉദ്ദേശിച്ച സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമായിട്ടുള്ളതല്ല. അത് പുതിയതായി കഴിഞ്ഞ സർക്കാർ ഫെബ്രുവരി മാസത്തിൽ കൊടുത്തു തുടങ്ങിയതാണ്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട്. അത് സംബന്ധിച്ചൊരു തീരുമാനം ഈ സർക്കാർ എടുത്തിട്ടില്ല. ഏതായാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സാർ, അത് ആദ്യത്തെ 4.25 വർഷക്കാലം 1600 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയില്ല. 4.25 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ചയാണ് 1600 രൂപ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്തായാലും അത്തരം ഒരു കാലതാമസം ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം ഈ സർക്കാർ പാലിക്കുക തന്നെ ചെയ്യും. മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്നതിനുള്ള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ തന്നെയുള്ള പെൻഷന്റെ ഉത്തരവ് നാളെ ഇറങ്ങും. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 24-ാം തീയതി മുതൽ വിതരണം ചെയ്യുകയും ചെയ്യും. ഇനി മുതൽ മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കും.